In which landmark case did the Supreme Court of India, while delivering its verdict, state that there is no antithesis between the fundamental rights and directive principles of state policy, one supplements the other? ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? ആൻസർ: കേശവാനന്ദ ഭാരതി വസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി വസ് കേരള സംസ്ഥാനം. തർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ആൻഡ് ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി all investigated the same issue in India. What is the common subject of inquiry examined by all these committees? തർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠനവിധേയമാക്കിയത്. ഈ കമ്മിറ്റികൾ എല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം എന്താണ്? ആൻസർ: ഇലക്ടോറൽ റിഫോംസ്, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. With reference to the writ mandamus, consider the following statements. 1. Mandamus literally means a command or an order. 2. Mandamus will not issue against a private individual. 3. Mandamus will issue against the President of India. 4. Mandamus is used to order the authority which refuses to perform a public duty. Which of the statements given above is or are correct? മൻഡാമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. മൻഡാമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. 2. മൻഡാമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായി പുറപ്പെടുവിക്കാനാവില്ല. 3. ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി മൻഡാമസ് പുറപ്പെടുവിക്കാം. 4. പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മൻഡാമസ് ഉപയോഗിക്കുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ: ഓപ്ഷൻ ബി 1, 2 ആൻഡ് 4.